ഇന്നാണ് ഹൗസ് വാമിങ്. ഞാൻ എണീറ്റപ്പോൾ ലേറ്റായി പോയി. അപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇന്നലത്തെ വ്ളോഗ് എഡിറ്റും ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ഹൗസ് വാമിങ് വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ പോയി ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് വാ, എന്നിട്ട് ഈ വീഡിയോ കാണാം. രാവിലെ 9 മണിക്കാണ് അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അവർ കയറി കാണും. ഇപ്പോൾ ടൈം 10 മണി കഴിഞ്ഞു. ഓക്കെ, ഇനി പോകണ വഴിക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും മേടിക്കണം, എന്നിട്ട് നേരെ അവളുടെ വീട്ടിലോട്ട് പോകാം. പിന്നെ അവിടെ പണികൾ ഇനി ഒരുപാട് ബാക്കിയുണ്ട്. പക്ഷേ ഡേറ്റ് എടുത്തുകൊണ്ട് ഇന്ന് ഹൗസ് വാമിങ് നടത്തുവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, ഇന്ന് കടുക്കുന്നു. ഞാനിവിടെ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോത്തങ്കോട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും നല്ലൊരു സാധനം നോക്കിയിട്ട് മേടിക്കാം. ഇതൊരു പ്ലേറ്റിൻ്റെയൊക്കെ എന്തോ സെറ്റാണ്. ഫസ്റ്റ് ഞാൻ ഇതാ നോക്കിയത്, അവരിത് പൊട്ടിച്ചൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ കുറേ ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചതാണ് ഈ ഒരു വീടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഫുൾ സെറ്റോടെ ഉള്ള ഒരു സംഭവമാണ്. ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതവർ തുറന്നൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുറേ സെറ്റപ്പൊക്കെ ഇരിക്കുകയുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ അവർ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചോളൂ. ഇവർ പെട്ടെന്ന് തന്നെ അതെല്ലാം ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ മേടിച്ചിറങ്ങി. പക്ഷേ ഇത് എങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഐഡിയ ഇല്ല. ബൈക്കിലാണ് ഞാൻ വന്നത്. നല്ല വലുതാണ്, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, ഇതാണ് ഇന്ന് ഹൗസ് വാമിങ് കഴിഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. വാ, മതിയാ? 100 കൂട്ടം കാര്യങ്ങൾ മാറ്റി വെച്ച് അഖില് വന്നു. പറ നീ ഭയങ്കര തിരക്കാന്ന് പറയാനായിട്ട്. 100 കൂട്ടം കാര്യങ്ങളാ? ആണോ? പണിക്കാരാ? ഓക്കെ. ഇതെല്ലാം പുള്ളിക്ക് മലയാളം പച്ച ഉള്ളതൊക്കെ അറിയാം. മലയാളം പുള്ളി ഞാൻ ചോദിച്ച മലയാളിയാണ്. പക്ഷെ പക്ഷെ എല്ലാവർക്കും മലയാളം മനസ്സിലാവും. കഴിഞ്ഞ 2 മാസം 2 കൂടെ രാത്രി രാവിലെ എല്ലാം. ഇന്നലെ എപ്പോ കഴിഞ്ഞവര്? ഇന്നലെ എപ്പോ 3 മണിയെന്ന് തോന്നുന്നില്ലേ? 4 മണി. 4 മണി നിന്ന് പണി ചെയ്തിട്ടാ പോയത്. അവർ ആഴ്ചയിട്ടാ പോയത്. അവരുടെ ഡേറ്റ് ഇത്രയും തന്നതുകൊണ്ട് അവരായിട്ടാണ് ഈ ഡേറ്റ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അവര് മാക്സിമം താങ്ക് യു കേട്ടോ. പൊളി. ഹായ്. ഓക്കെ, അവിടെ ഉണ്ടോ? അവിടെ മറ്റേ ഇതിലെ ടാങ്ക് എന്തൊക്കെയാണ്? ഓക്കെ ഗൈസ്, അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇതാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗം. പറഞ്ഞോ. എന്താണ് ഇത് നടത്തിയത്? കർക്കിടകമായോണ്ടല്ലേ? അല്ലല്ല, കർക്കിടകത്തിന് മുമ്പ് ഹൗസ് വാമിങ് നടത്തണോണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇന്ന് വെച്ചത്. അതുകൊണ്ട് പണികളെല്ലാം കംപ്ലീറ്റ് ആവുന്ന മുമ്പ് ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞ് കയറി. അതുകൊണ്ടാണ് കയറിയത്. മനസ്സിലായോ? 17-ാം തീയതി കർക്കിടകമാണ്. ഇന്നലെ ഒരാൾ ഇവിടെ തൂക്കിട്ട് പോയതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ രാത്രി പറയാം ഫോണാണോ? റോയ് ചേട്ടാ ഒരു പാട്ട്. അയ്യോ, ഇന്നലെ പൊളിയായിരുന്നു. നമ്മുടെ മേശിയോടെ അത് ഇന്ന് വീഡിയോ വരും. നമ്മുടെ പക്ഷിരാജ വന്നിട്ടുണ്ട്. 3 കാലുണ്ട്. അല്ല 3 വിരലുണ്ടായിരുന്നു. ഇപ്പൊ വന്നപ്പോ കണ്ടില്ലെന്ന്. എടാ വീണടാ. പിന്നെ ഞെക്കി പിടിച്ചോ? അതെ, എന്താ നീ വരുമ്പോ എനിക്ക് അങ്ങനെ വരും. റോയ് ചേട്ടാ നിന്നെ കാണാൻ നിന്നോ? എടാ ഇനി കൊറേ വർക്കുണ്ടോ? ഇത് പെയിന്റിങ്ങും പോളിഷിങ് എല്ലാം. പറ, ഒന്നുകൂടെ പറ. കർക്കിടകം ലോഡ് മാറ്റണമെങ്കിലേ പൈസ അതെന്ത് മനസ്സിലായില്ല? അവന് ഇന്നലത്തെ പോലെ ഒന്നും മനസ്സിലായില്ല. നമുക്ക് വേറെ വല്ല പിടിക്കും. അംഗം വിട്ടിരിക്കുമ്പോഴുണ്ട്. വിശപ്പടിച്ചു തുടങ്ങിയതിന് നമുക്ക് പോയി ഫുഡ് കഴിക്കാം. നീ കഴിച്ചാ? ഇവൻ ഫസ്റ്റ് കഴിച്ചാണ്. 2ാമത്തെ പന്തി. നീ കഴിച്ചില്ലല്ലോ? നീ കഴിച്ചല്ലേ? നീ കഴിച്ച വീഡിയോ ഉണ്ട്, 2 തവണ ഇടാം നമുക്ക്.
നമ്മുടെ ഓഫീസിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് അവിടെ കഴിക്കാനായിട്ടിരുന്നത്. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തതിന് ശേഷം ഇവരെയൊക്കെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. കുറച്ച് പേരെയൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ പേര് ഇനിയും കാണാനുമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ എല്ലാവരെയും മീറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. ഈ ചേട്ടന്മാരാണ് ഇന്നത്തെ കുക്കിങ്ങും പരിപാടിയെല്ലാം ചെയ്തത്. അടിപൊളി ഫുഡായിരുന്നു. ഇവരുടെ സ്ഥലം വരുന്നത് ചിറയൻകീഴാണ്. അപ്പോൾ അറിയാവുന്ന ഒരു കമൻറ്റ് ഇല്ലോ. 2 വന്നു അതല്ല 9 അതല്ല രാത്രി 9. ഓ അത് തന്നെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ പൊട്ടന്മാര്. ക്യാമറ പിടിച്ച കണ്ട അതാണ് പേരെന്ന് പറഞ്ഞത്. എന്തായാലും വന്നിട്ട് പോയി. ലാസ്റ്റ് കയറി വന്നിട്ട് ഇത്ര പേരേ ഉള്ളൂ. എന്നാലും മറ്റേ താളോടിച്ചിട്ട് പോയല്ലേ. അപ്പൊ രാവിലെ എത്തും, വിളമ്പാൻ ഞാൻ നിൽക്കും. രാത്രിയാ. അപ്പോൾ ഞാൻ ഇന്ന് വീടിൻ്റെ കുറച്ച് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഞാൻ പിന്നെ ഈ വീടിൻ്റെ ഫുൾ വർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വലിയ രീതിയിൽ ഒരു ഹോം ടൂർ ചെയ്യാത്തത്. പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസാണ് ഇതിൻ്റെ മുകളിലത്തെ ബാൽക്കണിയും പിന്നെ അതിൻ്റെയും ടോപ്പ് ടെറസിലൊക്കെ വരുന്ന ടെറസിൽ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ്. അപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്തു. പിന്നെ അകത്ത് കയറി വരുമ്പോഴത്തേക്കും വരുന്ന നേരെ ഹാളും പിന്നെ അവിടെ കുറച്ച് യേശുവിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ഡോറിൻ്റെ ഡിസൈനാണ്. ഒരു രക്ഷയില്ല, മാരകമായിട്ട് ആ ഒരു ഡോറ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂമാണ് വരുന്നത്. അപ്പം അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. അവിടെയും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എയർ പോകാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാൽക്കണി വരുന്നത്. ഇവിടെ നിന്നിട്ട് അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റൂമും ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്ക് പെൻഡിങ് ആണ്. അതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ എല്ലാ വർക്കും ഒരാഴ്ച കൊണ്ട് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഞാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹാളും അത്യാവശ്യം സ്പീഷ്യസ് ആണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ടൈലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ സെൻറ്ററിൽ കുറച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ടൈൽ വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതും അടിപൊളിയായിരുന്നു. എണീച്ച് വാടാ. ഇനി സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴോട്ട് പോവാം. അപ്പോൾ ഇവിടെയാണ് കിച്ചൺ വരുന്നത്. കിച്ചനും അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി വർക്ക് ഏരിയ പുറത്താണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അത് പിന്നീട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഹാളും അത്യാവശ്യം വലുത് തന്നെയാണ്. അതിൻ്റെ സൈഡിൽ തന്നെ വാഷ് സ്പേസിനും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. അത്യാവശ്യം നമുക്ക് നല്ല ലോങ് ഡിസ്റ്റൻസിൽ കാണാൻ പറ്റും. നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. പിജി കണ്ണ് കാണിക്കാതെ അവിടെ കൊടുക്കാൻ എടി എടുത്തോളി. ഇപ്പൊ ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് വേണമെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. ഇത് ബെൻസന്റെ പാത്രമാണ്. ഇതിനി സ്ഥലം ഇല്ലെന്ന് വെക്കാം. അവരിതാ 2ാമത് പാത്രം കൊടുത്ത്. അത് വീഡിയോ ഉണ്ട്. അണ്ണ കേറണം അങ്ങോട്ട്. കേറ് പെട്ടെന്ന് കേറ്. വീഡിയോ ആണ് മണ്ടൂസല. എനിക്ക് തന്നെ ഇതിൽ ഇറങ്ങാൻ മൊത്തം അഴുക്ക് വെള്ളം. ഗൈസ്, അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ കോൺട്രാക്ട് ചേട്ടൻ്റെ വീട്ടിൻ്റെ ബാക്ക് വശത്ത് നല്ല കിടിലം വ്യൂ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല, പക്ഷേ ഫുള്ള് കാട് പിടിച്ചടക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.